നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന LGS പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നവീകരണ പ്രസ്ഥാനം തുടങ്ങിയ രാജ്യം ജർമ്മനി. നാൽ സരോവർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. നാൽ സരോവർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മഞ്ഞത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മഞ്ഞത്ത് പത്മനാഭൻ. നായർ സാൻ എന്നറിയപ്പെട്ടത് എ മാധവൻ നായർ. നായർ സാൻ എന്നറിയപ്പെട്ടത് എ മാധവൻ നായർ. നാറ്റോ നിലവിൽ വന്ന വർഷം 1949 ഏപ്രിൽ 4. നാറ്റോ നിലവിൽ വന്ന വർഷം 1949 ഏപ്രിൽ 4. നിയമസഭാംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം സിക്കിം. 32 അംഗങ്ങളാണുള്ളത്. നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം സിക്കിം. നിതാന്ത ഹരിതാഭയുടെ നാട് എന്നറിയപ്പെടുന്നത് നേറ്റാൾ ആണ്. നേറ്റാൾ. ദെൻ നിത്യനഗരം എന്നറിയപ്പെടുന്നത് റോം. നീരാളിക്ക് എത്ര കൈകളുണ്ട്? 8 കൈകൾ. നീതിസാരം, വൈരാഗ്യ ശതകം എന്നിവ രചിച്ചതാരാണ്? ഭർതൃഹരി. നീതിസാരം, വൈരാഗ്യ ശതകം എന്നിവ രചിച്ചത് ഭർതൃഹരി. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണ്. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയ മലയാളി PJ ആന്റണി. നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയ മലയാളി PJ ആന്റണി. നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വലുത് നീലത്തിമിംഗലം. നട്ടെല്ലുള്ള ജീവികളിൽ ഏറ്റവും വലുത് നീലത്തിമിംഗലം. നവോത്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി. നവോത്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി. പരശുറാം എക്സ്പ്രസ് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ ഓടുന്നു? നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെ. പരശുരാം എക്സ്പ്രസ് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ ഓടുന്നു? നാഗർകോവിൽ ടു മംഗലാപുരം. പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കാഴ്സന്റെ കൃതി നിശബ്ദ വസന്തം. പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കാഴ്സന്റെ കൃതി നിശബ്ദ വസന്തം. പറങ്കിപ്പുണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം സിഫിലിസ്. പറങ്കിപ്പുണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം സിഫിലിസ്. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. പറുദീസ നഷ്ടം എന്ന കൃതി രചിച്ചത് ജോൺ മിൽട്ടൺ. പറുദീസ നഷ്ടം എന്ന കൃതി രചിച്ചത് ജോൺ മിൽട്ടൺ. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർ മെൻഡൽ. പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർ മെൻഡൽ. പാരീസ് കമ്മ്യൂൺ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1871. പാരീസ് കമ്മ്യൂൺ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1871. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി. പുരാതന ഇന്ത്യയിലെ ഹോസ്റ്റൽ സംവിധാനം ഉണ്ടായിരുന്ന ആദ്യ സർവകലാശാല നളന്ദ സർവകലാശാല. പുരാതന ഇന്ത്യയിലെ ഹോസ്റ്റൽ സംവിധാനം ഉണ്ടായിരുന്ന ആദ്യ സർവകലാശാല നളന്ദ സർവകലാശാല. പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി കൊറോംബസ്. പൂർവ്വദേശത്തെ ആറ്റില എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മിഹിരാഗുലനാണ്. പൂർവ്വദേശത്തെ ആറ്റില എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മിഹിരാഗുലൻ. ഭരണഘടന പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഭരണഘടന പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഫ്രാൻസിന്റെ ആണവ പരീക്ഷണ കേന്ദ്രം മുറൂറോ അറ്റോൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ക്ഷയത്തിനു കാരണമായ ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ. ക്ഷയത്തിനു കാരണമായ ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ.
അഞ്ചു ഹൃദയങ്ങളുള്ള ജന്തു മണ്ണിര. അണ്ണാ ഹസാരെ ഏത് സംസ്ഥാനക്കാരനാണ്? മഹാരാഷ്ട്ര. അണ്ണാ ഹസാരെ ഏത് സംസ്ഥാനക്കാരനാണ്? മഹാരാഷ്ട്ര. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മലയാളത്തിലെ ആദ്യ DTS ചലച്ചിത്രം മില്ലിനിയം സ്റ്റാർസ്. മലയാളത്തിലെ ആദ്യ DTS ചലച്ചിത്രം മില്ലിനിയം സ്റ്റാർസ്. അകാൽ തഖ്ത് സ്ഥാപിക്കുകയും അമൃത്സറിന് ചുറ്റും കോട്ട കെട്ടുകയും ചെയ്ത സിഖ് ഗുരു ഹർഗോവിന്ദ്. അകാൽ തഖ്ത് സ്ഥാപിക്കുകയും അമൃത്സറിന് ചുറ്റും കോട്ട കെട്ടുകയും ചെയ്ത സിഖ് ഗുരു ഹർഗോവിന്ദ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേയൊരു ധമനി പൾമണറി ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേയൊരു ധമനി പൾമണറി ധമനി. അക്ബർനാമ, ഐനി അക്ബാരി എന്നീ കൃതികൾ രചിച്ചത് അബുൾ ഫസൽ. അക്ബർനാമ, ഐനി അക്ബാരി എന്നീ കൃതികൾ രചിച്ചത് അബുൾ ഫസൽ. അക്വ ഫോർട്ടിസ് ഏത് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈട്രിക് ആസിഡ്. അക്വ ഫോർട്ടിസ് ഏത് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈട്രിക് ആസിഡ്. അഹമ്മദാബാദിലെ അഭയ്ഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അഭയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? മൊറാർജി ദേശായി. മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം ചക്രം. മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം ചക്രം. മാനവിക്രമദേവൻ സാമൂതിരിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന 18 കവികളിലെ അരക്കവി എന്നറിയപ്പെട്ടത് പൂനം നമ്പൂതിരിയാണ്. പൂനം നമ്പൂതിരി. മാനവിക്രമദേവൻ സാമൂതിരിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന 18 കവികളിൽ അരക്കവി എന്നറിയപ്പെട്ടത് പൂനം നമ്പൂതിരി. മാജ്യാർ എന്ന പേര് സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന രാജ്യം ഹംഗറി. മാജ്യാർ എന്ന പേര് സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന രാജ്യം ഹംഗറി. മുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. മുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല മലപ്പുറം. മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല മലപ്പുറം. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രവിശ്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാൽ. മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ. മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ഭാഷയാണ്. മൂർത്തി ദേവി അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത്? സാഹിത്യം മേഖലയിലാണ്. മൂർത്തി ദേവി അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത്? സാഹിത്യ മേഖലയിൽ. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെയാണ്. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ ഏത് അവയവത്തെയാണ് വിഷം ബാധിക്കുന്നത്? കേന്ദ്ര നാഡീ വ്യവസ്ഥയെയാണ്. അമേരിക്കൻ പ്രസിഡന്റായ ഏക അവിവാഹിതൻ ജെയിംസ് ബുക്കാനൻ ആണ്. അമേരിക്കൻ പ്രസിഡന്റായ ഏക അവിവാഹിതൻ ജെയിംസ് ബുക്കാനൻ. അമേരിക്കയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് ഏത് പ്രസിഡന്റിന്റെ സ്മരണാർത്ഥമാണ് പേരിട്ടിരിക്കുന്നത്? ജോൺ എഫ് കെന്നഡി. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദേശം മെക്ക. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഹുമയൂൺ കബീർ ആണ്. ഹുമയൂൺ കബീർ. ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുശ്രുതനാണ്. ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം. ആധുനിക ഇന്ത്യയിലെ ആദ്യ മനുഷ്യൻ എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വിജയി കെ ബി കോണോലി. ആധുനിക പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ബ്രിട്ടൻ. ആധുനിക പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ബ്രിട്ടൻ. ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. അതായത് 8841 അടി. ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്തെ കേരള ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ. ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്തെ കേരള ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക തയ്യാറാക്കിയത് ജെ തോംസൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക തയ്യാറാക്കിയത് ജെ തോംസൺ. ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ഓഗസ്റ്റ് 25 ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് കേരള സർക്കാർ ആചരിക്കുന്നത്. ആരണ്യർ അധികാർ രചിച്ചതാര്? രചിച്ചത് മഹാശ്വേത ദേവി.
ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിന്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പൻ. ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിന്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പൻ. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായ ആദ്യ വനിത സുഗതകുമാരി. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത സുഗതകുമാരി. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1985. 1985. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് NN കക്കാടിനാണ്. NN കക്കാട്. ആഗമ സിദ്ധാന്തം ഏതു മതക്കാരുടെ ഗ്രന്ഥമാണ്? ജൈനർ മതക്കാരുടെ ഗ്രന്ഥമാണ്. ആഗാഖാൻ കപ്പ് ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ആഗാഖാൻ കപ്പ് ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി പകരം നീതി ആയോഗ് ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി പകരം നീതി ആയോഗ് ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് കലോറി. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് കലോറി. ആഹാരം കഴിക്കുന്നതിന് ശേഷം തിന്നുന്ന ജന്തു ആഹാരം കഴുകിയതിനു ശേഷം തിന്നുന്ന ജന്തു റാക്കൂൺ. യഹൂദമതം സ്ഥാപിച്ചത് മോസസ്. യഹൂദമതം സ്ഥാപിച്ചത് മോസസ്. ആചാരഭൂഷണത്തിന്റെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. ആചാരഭൂഷണത്തിന്റെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. യുദ്ധത്തിന് റോക്കറ്റ് ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു. യുദ്ധത്തിന് റോക്കറ്റ് ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ് വാഗ്ബടാനന്ദ്. യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ് വാഗ്ബടാനന്ദ്. യൂബർ കപ്പുമായി ബന്ധപ്പെട്ട കായിക വിനോദം ബാഡ്മിന്റൺ. യൂബർ കപ്പുമായി ബന്ധപ്പെട്ട കായിക വിനോദം ബാഡ്മിന്റൺ. യൂക്കാലി മരത്തിന്റെ ജന്മദേശം ഓസ്ട്രേലിയ. യൂക്കാലി മരത്തിന്റെ ജന്മദേശം ഓസ്ട്രേലിയ. യൂക്കാലിപ്റ്റസ് മരത്തിന്റെ ഇലകൾ മാത്രം തിന്നു ജീവിക്കുന്ന ജീവി കൊവാല. കൊവാല. യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകം ലഡോഗ. ലഡോഗ. യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഗ്രേറ്റ് ബ്രിട്ടൻ. ആരോടൊപ്പമാണ് ചാവറയച്ചൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്? ഏവു പ്രാസ്യമ്മ. ഏവു പ്രാസ്യമ്മയുടെ ഒപ്പമാണ് ചാവറയച്ചൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ആത്മവിദ്യയുടെ കർത്താവ് വാഗ്ബടാനന്ദൻ. ആത്മവിദ്യയുടെ കർത്താവ് വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യ എഡിറ്റർ CP രാമൻ. ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യ എഡിറ്റർ CP രാമൻ. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. ആദിഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ സിനിമ ഗുഡ. ഗുഡ. ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായ ചിന്തകൻ ഡോക്ടർ രാധാകൃഷ്ണൻ. ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായ ചിന്തകൻ ഡോക്ടർ രാധാകൃഷ്ണൻ. ആദ്യമായി പരമവീര ചക്രത്തിന് അർഹനായത് മേജർ സോമനാഥ ശർമ്മ. ആദ്യമായി പരമവീര ചക്രത്തിന് അർഹനായത് മേജർ സോമനാഥ ശർമ്മ. ആദ്യമായി സൗര കലണ്ടർ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. ആദ്യമായി സൗര കലണ്ടർ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. ആദ്യത്തെ റോമൻ ചക്രവർത്തി അഗസ്റ്റസ്. അഗസ്റ്റസ്. ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്കുകാരാണ്. ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്കുകാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത്? ആവടി സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അടിസ്ഥിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത സോണിയാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച നേതാവ് സോണിയാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം 1907. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ. ഇന്ത്യൻ നിർമ്മിതമായ ആദ്യ വിമാനം 1951 ഹിന്ദുസ്ഥാൻ ട്രെയിനർ ആണ്. ഹിന്ദുസ്ഥാൻ ട്രെയിനർ. ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായത് ബ്രഹ്മപുത്ര. ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ജോൺ റിച്ചാർഡ്സൺ. ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് പ്രധാനമന്ത്രി. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ പൗരന് എത്ര മൗലിക അവകാശങ്ങളുണ്ട്?
6 മൗലിക അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്കുകിഴക്കൻ ഇന്ത്യയെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂഭാഗം അറിയപ്പെടുന്ന പേര് സിലിഗുരി കോറിഡോർ. ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്കുകിഴക്കൻ ഇന്ത്യയെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂഭാഗം അറിയപ്പെടുന്ന പേര് സിലിഗുരി കോറിഡോർ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ മുതലായവരെ പറ്റി പ്രതിപാദിക്കുന്നത്? 2ാം പട്ടികയിലാണ്. 2ാം പട്ടികയിൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട വിദ്യാർത്ഥി സംഘടന ഓൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട വിദ്യാർത്ഥി സംഘടന. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം 1972. 1972. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം HDFC ആണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ചത് HDFC. ഇന്ത്യയിൽ പ്രഥമമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു? തിരുവിതാംകൂർ നിയമസഭയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏതു വർഷമാണ് സതി നിരോധിക്കപ്പെട്ടത്? 1829. 1829. ഇന്ത്യയിൽ കാട്ടുകഴുതകൾക്കുള്ള സാങ്ച്വറി റാൻ ഓഫ് കച്ച്. ഇന്ത്യയിൽ ദളിതർക്കായുള്ള ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് അയ്യങ്കാളി. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി എവിടെയാണ്? രാമേശ്വരം ക്ഷേത്രത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതവിഭാഗം മുസ്ലിം വിഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതവിഭാഗം മുസ്ലിം വിഭാഗമാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് സഞ്ചാരി റാൽഫ് ഹിച്ച് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ ബ്രിട്ടീഷ് സഞ്ചാരി റാൽഫ് ഹിച്ച്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺസ് ആണ്. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺസ്. ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വിരിയാനെടുക്കുന്ന കാലം 21 ദിവസമാണ്. ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വിരിയാനെടുക്കുന്ന കാലം 21 ദിവസം. ഇന്റർപോൾ സ്ഥാപിതമായ വർഷം 1923. ഇന്റർപോൾ സ്ഥാപിതമായ വർഷം 1923. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 30 വയസ്സ്. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാ അധ്യക്ഷനായ ആദ്യ മലയാളി, രാഷ്ട്രപതിയായ ആദ്യ മലയാളി, ഈ രണ്ടും KR നാരായണൻ. രാജ്യസഭാ അധ്യക്ഷനായ ആദ്യ മലയാളിയും രാഷ്ട്രപതിയായ ആദ്യ മലയാളിയും KR നാരായണനാണ്. രാജ്യസഭാ ചെയർമാനായ ന്യായാധിപൻ M ഹിദായത്തുള്ള. രാജ്യസഭാ ചെയർമാനായ ന്യായാധിപൻ M ഹിദായത്തുള്ള. 2ാം ജൈന മത സമ്മേളനം നടന്ന സ്ഥലം വളഭി. 2ാം ജൈന മത സമ്മേളനം നടന്ന സ്ഥലം വളഭി. 2ാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രീമിയർ ടോജോ. 2ാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രീമിയർ ടോജോ. 2ാം ലോക മഹായുദ്ധകാലത്ത് നോർമൻഡിയുടെ മോചനത്തിനായി ഐസനോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ ഓവർലോഡ്. 2ാം ലോക മഹായുദ്ധാനന്തരം ജയിലിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം കാനഡ. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം കാനഡ. ഇംഗ്ലീഷ് ഭാഷയിലെ 5 സ്വരാക്ഷരങ്ങളുടെ പേരുള്ള ഒരു സസ്യം കോളിഫ്ലവർ. ഇംഗ്ലീഷ് ഭാഷയിലെ 5 സ്വരാക്ഷരങ്ങളും പേരിലുള്ള ഒരു സസ്യം കോളിഫ്ലവർ. ഇംഗ്ലീഷ് അച്ചടിയുടെ പിതാവ് വില്യം കാക്സ്റ്റൺ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങളുടെ എണ്ണം 5. ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ആദ്യത്തെ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇംഗ്ലീഷിലെ 5 സ്വരാക്ഷരങ്ങളും പേരിലുള്ള രാജ്യം മൊസാംബിക്. ഉത്തർപ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയായ വ്യക്തി ND തിവാരി. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഗ്ലാസ് വ്യവസായത്തിനാണ് പ്രസിദ്ധം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ഗ്ലാസ് വ്യവസായത്തിനാണ് പ്രസിദ്ധം.
അടുത്ത ചോദ്യം, ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല അജ്മീർ. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല അജ്മീർ. ദെൻ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന യു പിയിലെ നഗരം കാൺപൂരാണ്. ഉത്തരേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന യു പിയിലെ നഗരം. ഉപ്പിന്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഉപ്പ് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം അയഡിൻ. ഉപ്പ് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം അയഡിൻ. ഉറുമ്പുകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ദെൻ റഷ്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഏത് വൻകരയിലാണ്? യൂറോപ്പ് വൻകരയിലാണ്. റഷ്യയുടെ ദേശീയ മൃഗം കരടി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ. റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൻമോഹൻ സിംഗ്. റബ്ബർ മരത്തിന്റെ ജന്മനാട് ബ്രസീൽ. ഉഡ്വാണ്ട ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾക്കു പ്രസിദ്ധമാണ്? പാഴ്സി മതക്കാരുടെയാണ്. ദെൻ ലഹരി പാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത്? സെറിബെല്ലം. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യൻ. ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റിന്റെ ആസ്ഥാനം ട്യൂണീസ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയത് സ്റ്റീഫൻ ഹോക്കിൻസ്. എ ലൈഫ് ഇൻ മ്യൂസിക് ആരുടെ ജീവചരിത്രമാണ്? MS സുബ്ബലക്ഷ്മി. എസ്പം സാൾട്ട് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ്. എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ്. FA കപ്പ് ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എബ്രഹാം ലിങ്കൺ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സ്പ്രിംഗ്ഫീൽഡ്. എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്? 10 വർഷത്തെ ഇടവേളയിലാണ്. എത്രാമത്തെ വയസ്സിലാണ് മഹാവീരൻ കൈവല്യം ലഭിച്ചത്? 42 വയസ്സിലാണ് മഹാവീരന് കൈവല്യം ലഭിച്ചത്. എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഒരു ഭാരതരത്നം ജേതാവിൻ്റെ ജന്മദിനമാണ്. ആരുടെ? M വിശ്വേശ്വരയ്യയുടെയാണ്. എന്നു മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962 മുതലാണ്. എന്നു മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962 മുതൽ. എംപയർ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. എവിടെയാണ് ഡോഡോ എന്ന ജീവി ഉണ്ടായിരുന്നത്? മൗറീഷ്യസിലാണ്. എവിടെ വച്ചാണ് അക്ബറുടെ കിരീടധാരണം നടന്നത്? കലനാവൂറിൽ വെച്ചാണ് അക്ബറുടെ കിരീടധാരണം നടന്നത്. എവിടെ വെച്ചാണ് നെപ്പോളിയൻ അന്ത്യശ്വാസം വലിച്ചത്? അറ്റ്ലാന്റിക്കിലെ സെന്റ് ഹെലീന ദ്വീപിൽ. MGRനെ ദേശീയ അവാർഡിന് അർഹനാക്കിയ ചിത്രം റിക്ഷാക്കാരൻ. MGRന്റെയും അണ്ണാദുരൈയുടെയും സമാധി സ്ഥലം ചെന്നൈയിലെ മറീന ബീച്ചാണ്. ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. ഏറ്റവും ചെറിയ സപുഷ്പി വൂൾഫിയ. ഏതു നാവികന്റെ പേരിൽ നിന്നുമാണ് അമേരിക്കയ്ക്ക് ആ പേര് ലഭിച്ചത്? അമരിഗോ വെസ്പുചി. ഏത് നാവികന്റെ പേരിൽ നിന്നാണ് അമേരിക്കയ്ക്ക് ആ പേര് ലഭിച്ചത്? അമേരിഗോ വെസ്പുചി. ഏതു നൂറ്റാണ്ടിലാണ് ഫാഹിയാൻ ഇന്ത്യയിലെത്തിയത്? AD 5-ാം നൂറ്റാണ്ടിലാണ്. ഏതു നൂറ്റാണ്ടിലാണ് ഫാഹിയാൻ ഇന്ത്യയിലെത്തിയത്? AD 5-ാം നൂറ്റാണ്ടിൽ. ഏതു മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട്? കുറുവൻ കുറത്തി മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട്. ഏതു മാസത്തിലാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത്? ഒക്ടോബർ മാസത്തിൽ. ഏതു രാജ്യത്തിനുള്ളിലാണ് സാൻ മാരിനോ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലിക്കുള്ളിലാണ്. ഏതു രാജ്യത്ത് നിന്നാണ് ഈയിടെ മോണ്ടിനെഗ്രോ സ്വാതന്ത്ര്യം നേടിയത്? സെർബിയ എന്ന രാജ്യത്തിൽ നിന്നുമാണ്. ഏതു രാജ്യത്തിൽ നിന്നാണ് നമീബിയ സ്വാതന്ത്ര്യം നേടിയത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. ഏതു കളിയുമായി ബന്ധപ്പെട്ട പദമാണ് പുട്ട്? ഗോൾഫുമായി ബന്ധപ്പെട്ട പദമാണ്. ഏതു കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ലിബ്രോ? വോളിബോൾ. ഏതു സർവകലാശാലയുടെ ആസ്ഥാനമാണ് തേഞ്ഞിപ്പാലത്ത് സ്ഥിതി ചെയ്യുന്നത്? കാലിക്കറ്റിൻ്റെ ആസ്ഥാനമാണ്. ഏതു ഗുപ്തരാജാവിൻ്റെ സദസ്സിനെയാണ് നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത്? വിക്രമാദിത്യൻ, അതായത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ സദസ്സിനെയാണ്
നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത്? ഏതു ജീവിയിൽ നിന്നാണ് ആംബർഗ്രീസ് എന്ന സുഗന്ധ വസ്തു ലഭിക്കുന്നത്? നീലത്തിമിംഗലത്തിൽ നിന്നാണ്. വജ്രഖനിയായ പന്ന ഏതു സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. പന്ന വജ്രഖനി മധ്യപ്രദേശ്. വജ്രം ഏതിന്റെ ശുദ്ധമായ രൂപമാണ്? കാർബണിന്റെ ശുദ്ധമായ രൂപമാണ്. ഒപ്പിയം യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബ്രിട്ടനും ചൈനയും. ഒപ്പിയം യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബ്രിട്ടനും ചൈനയും. ഒരു ബിൽ നിയമമാകുന്നതിന് മുൻപ് അത് നിയമസഭയിൽ എത്ര പ്രാവശ്യം വായിക്കും? 3 പ്രാവശ്യം വായിക്കും. ഒരു ബിൽ നിയമമാകുന്നതിന് മുമ്പ് അത് നിയമസഭയിൽ എത്ര പ്രാവശ്യം വായിക്കും? 3 പ്രാവശ്യം. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ഒരു ബിൽ നിയമമാകുന്നതിന് മുൻപ് അത് നിയമസഭയിൽ 3 പ്രാവശ്യം വായിക്കും. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കർ. ഒരു പ്രാവശ്യം മിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ 4 സ്വർണം നേടിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ജെസ്സി ഓവൻസ്. ഒളിമ്പിക്സിൽ 6 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യ വനിത ക്രിസ്റ്റീൻ ഓട്ടോ. വാനിലയുടെ ജന്മദേശം മെക്സിക്കോ. ദെൻ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാംഗം നിരുക്തം. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് സഹജാനന്ദ് സരസ്വതി. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകര യൂറോപ്പ്. വാസ്കോഡ ഗാമയെ ആദ്യം സംസ്കരിച്ച സെന്റ് ഫ്രാൻസിസ് പള്ളി എവിടെയാണ്? ഫോർട്ട് കൊച്ചി. വാസ്കോഡ ഗാമയെ ആദ്യം സംസ്കരിച്ച സെന്റ് ഫ്രാൻസിസ് പള്ളി എവിടെയാണ്? ഫോർട്ട് കൊച്ചി. ദെൻ വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ദെൻ വിക്രംശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലനാണ്. വിത്തുണ്ടെങ്കിലും കായ്കളില്ലാത്ത ഒരു സസ്യം പൈനസ്. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചത് നീലം സഞ്ജീവ റെഡ്ഡി. വിംബിൾഡൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം ലണ്ടൻ. വിപ്ലവ കവിയായ പാബ്ലോ നെരൂദ ഏതു രാജ്യക്കാരനായിരുന്നു? ചിലി. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവം. വിസ്ഡൻ എന്തിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ്? വിസ്ഡൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ്. വിസ്തീർണത്തിൽ 1-ാം സ്ഥാനത്തുള്ള അമേരിക്കൻ സ്റ്റേറ്റ് അലാസ്ക. വിസ്തീർണത്തിൽ ലോകത്ത് അമേരിക്കയ്ക്ക് എത്രാം സ്ഥാനമാണ്? 4-ാം സ്ഥാനം. വിസ്തീർണാടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം 7-ാം സ്ഥാനം. വിസ്തീർണം ഏറ്റവും കുറഞ്ഞ അമേരിക്കൻ സംസ്ഥാനം റോഡ് ഐലൻഡ്. കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ 1932 അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന സർ സ്റ്റാൻലി ജാക്സണെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ബീണ ദാസ്. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നർമ്മദ. നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നർമ്മദ. വിജയനഗര രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭാഷ തെലുങ്ക് ഭാഷ. കബനി ഏതിൻ്റെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ് കബനി. ശബരിഗിരി പദ്ധതി ഏതു നദിയിലാണ്? പമ്പാ നദിയിൽ. കബീർ സമ്മാനം നൽകുന്നത് ഏത് സംസ്ഥാന സർക്കാരാണ്? മധ്യപ്രദേശ്. സർക്കാരാണ്. കൽപ്പസൂത്രം രചിച്ചത് ഭദ്രബാഹു. കൽക്കത്ത നഗരം സ്ഥാപിച്ചത് ജോബ് ചാർണോക്ക്. വിഹാരങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷം 1848. കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച വർഷം 1867. കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദാസ് ക്യാപിറ്റലാണ്. പ്രസിദ്ധീകരിച്ച വർഷം 1867. കാംഗ്ര താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ സംസ്ഥാനത്താണ്. കാതൽ മന്നൻ എന്നറിയപ്പെടുന്ന തമിഴ്നാട് ജമിനി ഗണേശൻ. ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്ന ഭിംബേത്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്ന ഭിംബേത്ക ഗുഹകൾ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ചിത്രകാരൻ റാംബാൻഡ് ആണ് കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ചിത്രകാരൻ. ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ആൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഗ്രസ് നടന്ന സ്ഥലം ഡൽഹി. ഗാന്ധിജിയുടെ മക്കൾ ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്.
ഗാന്ധിജിയുടെ മക്കൾ ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ ഹേ റാം. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം 1948 ജനുവരി 13-നും 18-നും ഇടയ്ക്കാണ്. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ കരംചന്ദ് ഗാന്ധിയും പുത്ലിബായും. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനപ്പെടുത്തിയത് മഹാദേവ് ദേശായിയും പ്യാരെലാലുമാണ്. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളി GP പിള്ള. സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്? ഗവർണർ. സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ്? ഗവർണറുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടാണ്. ഹുമയൂണിൻ്റെ പിതാവ് ബാബർ. ഹുമയൂണും ഷേർഷായുമായി കനൗജ് യുദ്ധം നടന്ന വർഷം 1540. ഹുട്ടു, തുട്സി വർഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന് വേദിയായ ആഫ്രിക്കൻ രാജ്യം റുവാണ്ട. ഹംഫോർട്ട് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിൽ. ഹുയാങ് സാങ്ങിൻ്റെ കേരള സന്ദർശനം ഏത് വർഷത്തിലാണ്? AD 630. ചന്ദ്രനിലേക്ക് യാത്ര സങ്കല്പിച്ച നോവലിസ്റ്റ് ഷൂൾ വോൺ. ഞാനൊരു കുറ്റവാളിയല്ല, രാജ്യസ്നേഹിയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഭഗത് സിംഗ്. ഞാനൊരു കുറ്റവാളിയല്ല, രാജ്യസ്നേഹിയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഭഗത് സിംഗ്. ചാന്ദ്രയാൻ 2 പദ്ധതിയിൽ ഏതു രാജ്യവുമായി സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത്? റഷ്യയുമായി സഹകരിക്കാനാണ്. ചന്ദ്രഗിരിക്കോട്ട നിർമ്മിച്ചത് ബിദനൂരിലെ ശിവപ്പ നായിക്കാണ്. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണർ. ജമൈക്ക ഏതു വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലാണ്. ചാങ്കാര പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്നത് ട്രിനാഡ്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധുവിൻ്റെയാണ്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചന്ദ്രന് ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാൻ ആവശ്യമായ സമയം 27.3 ദിവസം. പെൻഗ്വിനുകൾ കാണപ്പെടുന്ന വൻകര അറ്റ്ലാന്റിക് വൻകര. പെറ്റ് സ്കാൻ ഏതു ശരീരഭാഗത്തിൻ്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത്? മസ്തിഷ്കം. ഫേസ്ബുക്ക് എന്ന ഇന്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്. ബെറിംഗ് കടലിടുക്ക് വടക്കേ അമേരിക്കയെ ഏത് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു? ഏഷ്യൻ വൻകരയിൽ നിന്നുമാണ് വടക്കേ അമേരിക്കയെ ബെറിംഗ് കടലിടുക്ക് വേർതിരിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് റോം എന്നറിയപ്പെടുന്ന നഗരം ജനീവ. പ്രൊട്ടസ്റ്റാന്റിസം ആരംഭിച്ചത് ഏത് വൻകരയിലാണ്? യൂറോപ്പ്. മെഹ്റോളി ലിഖിതത്തിൽ പരാമർശിക്കുന്ന ഗുപ്ത രാജാവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. മൊഹാലി സ്റ്റേഡിയം എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. മെക്കോങ് നദി ഏത് വൻകരയിലാണ്? ഏഷ്യൻ വൻകരയിലാണ് മെക്കോങ് നദി. ഐബീരിയൻ ഉപദ്വീപ് ഏത് വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ് വൻകരയുടെ ഭാഗമാണ് ഐബീരിയൻ ഉപദ്വീപ്. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന 51 രാജ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം പോളണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന 51 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം പോളണ്ടാണ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിരാംഗങ്ങൾ ഉള്ള വൻകര യൂറോപ്പ് വൻകരയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏക ആക്ടിംഗ് സെക്രട്ടറി ജനറൽ സർ ഗ്ലാഡ് വിൻജബ്. ICICI ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ജലോത്സവം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. വെയിൽസ് രാജകുമാരൻ്റെ ബഹുമതി 1922 നിരസിച്ച മലയാള കവി വള്ളത്തോൾ നാരായണ മേനോൻ. വെയിൽസ് രാജകുമാരൻ്റെ ബഹുമതി 1922 നിരസിച്ച മലയാള കവി വള്ളത്തോൾ നാരായണ മേനോൻ. കെമ്പഗൌഡ സ്ഥാപിച്ച നഗരമാണ് ബാംഗ്ലൂർ. ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയ കേരളീയ സംസ്കൃത കലാരൂപം കൂടിയാട്ടം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറ. ടക്സ് എന്ന കമ്പനിയുടെ ചിഹ്നം പെൻഗ്വിൻ. ചെറുശ്ശേരിയുടെ കാലഘട്ടം എപ്പോൾ? AD 1427 മുതൽ 1500 വരെ. ചെവി ഉപയോഗിച്ച് ഇരുട്ടിൽ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി വവ്വാൽ. ചെസ് കളിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നിലവിൽ റഷ്യയാണ്. ചെസ് ബോർഡിലെ കളങ്ങളുടെ എണ്ണം 64. പോപ്പിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് റോം. പോപ്പ് സംഗീതത്തിൻ്റെ രാജാവ് മൈക്കൽ ജാക്സൺ.
പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയ വർഷം 1661. പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയ വർഷം 1661. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്നും പുറത്താക്കിയ വർഷം 1663. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്നും പുറത്താക്കിയ വർഷമാണ് 1663. പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെ പുതിയ പേര് മൊസാംബിക്. പോളിഗ്രാഫ് ടെസ്റ്റ് കണ്ടുപിടിച്ചത് ലിയോനാർഡ് കീലർ ആണ്. പോളിയോയെ അതിജീവിച്ച ഏറ്റവും പ്രശസ്തനായ വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1882. പോസ്റ്റ് മാസ്റ്ററായി പ്രവർത്തിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റായത് എബ്രഹാം ലിങ്കൺ. പോണ്ടിച്ചേരി സ്ഥാപിച്ചത് ഫ്രാൻസിസ് മാർട്ടിൻ. ഫോസിൽ ഇന്ധനം ഏത് രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്? പെട്രോളിയം. ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേര് ഹിമാദ്രി. റോബർട്ട് ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് മിർ ജാഫർ. റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ലേ കർബുസിയെ യോജനാ നിർമ്മാണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനം ചണ്ഡീഗഡ്. ലോട്ടറികളുടെ മാതാവ് എന്നറിയപ്പെട്ടത് കേരള ലോട്ടറി. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. നടരാജ ക്ഷേത്രം എവിടെയാണ്? ചിദംബരം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട ശിപാർശ ആരുടേതായിരുന്നു? മെക്കാലെ പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട ശിപാർശ ആരുടേതായിരുന്നു? മെക്കാലെ പ്രഭു. നവോത്ഥാന ചിന്തയുടെ മുഖ്യ സ്വഭാവം മാനവികത. ഉജ്ജയിനി തലസ്ഥാനമാക്കിയ ഗുപ്തരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ KP കേശവമേനോൻ. അലക്സാൻഡ്രിയ നഗരം ഏതു നദീതീരത്താണ്? നൈൽ നദീതീരത്ത്. റൈബോഫ്ലാവിൻ ഏതു വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ B2. മലയാള മനോരമ കമ്പനി സ്ഥാപിതമായത് ഏതു വർഷം? AD 1882. യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ച ഭീംബേട്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. തിരുക്കൊച്ചിയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ നേതൃത്വം നൽകിയത് A.J. ജോൺ. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ യർവാദ ജയിലാണ്. റബ്ബറിൻ്റെ ലായകം ബെൻസീൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തെ ഗ്രീക്ക് അംബാസഡർ മെഗസ്തനീസ്. ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏത് വർഷത്തിലാണ്? AD 1853. ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏത് വർഷത്തിലാണ്? AD 1853. ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണം 78. ജാർഖണ്ഡിലെ രാഖാഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ചെമ്പ്. ദ നൈറ്റ് കഫേ ആരുടെ പെയിൻറ്റിംഗ് ആണ്? വാൻ ഗോഗിൻ്റെ പെയിൻറ്റിംഗ് ആണ്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് അലഹബാദ് നഗരത്തിന് ആ പേര് ലഭിച്ചത്? അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ്. ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതി. കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി C. അച്യുതമേനോൻ. ആദ്യമായി പാർലമെൻറ്റ് നിലവിൽ വന്ന ഗൾഫ് രാജ്യം കുവൈറ്റ്. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930. ചന്ദ്രയാൻ വിക്ഷേപിച്ച വർഷം 2008. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷമാണ് 2008 ഒക്ടോബർ 22. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. റീഹണ്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ISRO ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. റിയോ ഡി ജനീറോ ഏത് രാജ്യത്താണ്? ബ്രസീൽ. മെർഡേക്ക കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന രാജ്യം മലേഷ്യ. റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം ഐസോപ്രീൻ. മൊബൈൽ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഹരിയാന. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്യുനോൺ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിക്കുടമയായ ഡൊണാൾഡ് ബ്രാഡ്മാൻ ഏത് രാജ്യക്കാരനാണ്? ഓസ്ട്രേലിയക്കാരനാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡ്. മാർജാര കുടുംബത്തിൽ കൂട്ടമായി ജീവിക്കുന്ന മൃഗം സിംഹം.
മൈസൂരിലെ ശ്രാവണബലഗോള എന്ന സ്ഥലത്ത് ജൈന സന്യാസിയായി അവസാന കാലം കഴിച്ചുകൂട്ടിയ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ. മൈസൂരിലെ ബലഗോള എന്ന സ്ഥലത്ത് ജൈന സന്യാസിയായി അവസാന കാലം കഴിച്ചുകൂട്ടിയ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ. ലൈല മജ്നു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അമീർ ഖുസ്രു. റോക്കീസ് മലനിരകൾ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്ക. റോക്കീസ് മലനിരകൾ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്ക. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ. ജർമ്മനിയിൽ ബെർലിൻ മതിൽ നിർമ്മാണം തുടങ്ങിയത് ഏത് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലത്താണ്? ജോൺ എഫ് കെന്നഡി. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പ്. ജയക്-വാടി പദ്ധതി ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ് ജയക്-വാടി പദ്ധതി. ഏതു രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്താണ്. ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ. മഹാരാഷ്ട്രയിലെ കുംഭമേള നടക്കുന്ന സ്ഥലം? നാസിക്. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം ഹംസധ്വനി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം ഹംസധ്വനി. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം? 1819. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് അക്ബർ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇന്റർനെറ്റ് പ്രൊവൈഡർ? സത്യം ഇൻഫോർവേ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്? ഗലീലിയോ ഗലീലി. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ? ചുവപ്പ്, പച്ച, നീല. ആന്ത്രാക്സിനു കാരണമായ അണുജീവി? ബാക്ടീരിയ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി? മഹാത്മാഗാന്ധി. 1896 ആദ്യ ഒളിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 14. കേരളത്തിന്റെ വടക്കേയറ്റത്തെ നദി? മഞ്ചേശ്വരം പുഴ. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ആർ എച്ച് ലാലർ ആണ് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഉറക്കത്തിന്റെ ചതുപ്പ്? മാർഷ് ഓഫ് സ്ലീപ്പ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ചന്ദ്രനാണ്. ഉറക്കത്തിന്റെ ചതുപ്പ് എന്നറിയപ്പെടുന്നത് ചന്ദ്രൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം? മുംബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി? A.O. ഹ്യൂം. ഉമയമ്മ റാണി വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരിയായത് ഏത് വർഷത്തിൽ? AD 1678-84 ഉമയമ്മ റാണി വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരിയായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനി? റിലയൻസ്. നൊബേൽ അക്കാദമി എവിടെയാണ്? സ്വീഡൻ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ജയിൽ? തീഹാർ ജയിൽ. ഐക്യരാഷ്ട്രസഭയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ അംഗരാജ്യം? മൊണാക്കോ. റാണി ഗൗരി പാർവതിബായി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഏത് വർഷമാണ്? AD 1817. അപ്പോൾ AD 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിബായി. സത്യമേവ ജയതേ എന്നത് ഏതു ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സുരസാഗരം രചിച്ചത് സൂർദാസ്. കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ ദായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിച്ച പ്രഥമ വിദേശി? ഫ്രയൽ ജോർഡാനസ്. വൈസ് റീഗൽ ലോഡ്ജ് എവിടെയായിരുന്നു? ഷിംല.
കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ അംഗം CG ജനാർദ്ദനൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ അംഗം CG ജനാർദ്ദനൻ. ലൈസിയം എന്ന വിദ്യാലയം സ്ഥാപിച്ചത് അരിസ്റ്റോട്ടിൽ. കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ സിക്കന്ദർ ബക്ത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫ്. ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്ററാണ്? 5120 മീറ്റർ. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം മൗലവി. രാജാറാം മോഹൻ റോയിയെ തന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയ കേരളത്തിലെ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ലോക്ക്ഡ് രാജ്യം കസാഖ്സ്ഥാൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യം മംഗോളിയ. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറ. ഏതു രാജ്യത്ത് നിന്നാണ് 1827 ഗ്രീസ് സ്വാതന്ത്ര്യം നേടിയത്? തുർക്കിയിൽ നിന്നുമാണ്. വൈകാരികതയോടെ കണ്ണുനീർ പൊഴിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. തിരുവിതാംകൂറും ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഏതു വർഷത്തിലാണ് പുറപ്പെടുവിച്ചത്? AD 1753. തിരുവിതാംകൂറും ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി. ഷേർഷാ ചൗസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വർഷം 1539. ഷേർഷാ ചൗസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വർഷം 1539. ഏത് ഭൂഖണ്ഡത്തിലാണ് എല്ലാ രാജ്യങ്ങളുടെയും മതം ക്രിസ്തുമതം? വടക്കേ അമേരിക്ക. ലോക ഭൗമദിനം ഏപ്രിൽ 22. ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം 1909. കാളപ്പോര് ഏതു രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ്? സ്പെയിനിൻ്റെ ദേശീയ കായിക വിനോദമാണ്. ഏതു സംഭവത്തിൽ പ്രതിഷേധിക്കാനായാണ് ഗാന്ധിജി കൈസർ ഹിന്ദ് തിരിച്ചു നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ A, D, E, K. വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. കേരളത്തിൽ സഹ്യന് കുറുകെ ഏറ്റവും വലിയ ചുരം. സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ചോദിച്ചാലും ഉത്തരം പാലക്കാട് ചുരം. കൊസാവോ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? സെർബിയയിൽ നിന്നുമാണ്. അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചരിവുള്ള ഗ്രഹം യുറാനസ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഭരണിയാണ്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി. ആഗ്ര കോട്ട നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ AC ജോസ്. കേബിൾ ലാംജാവോ ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ്? മണിപ്പൂർ. മണിപ്പൂരിലാണ്. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? ഇരുമ്പിൻ്റെ അയിരാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ്. ബെൻസീൻ കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡെ. തിരഞ്ഞെടുപ്പ് കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ജയമുണ്ടായത് ആർക്ക്? TA രാമചന്ദ്ര അയ്യർക്കാണ്. തിരഞ്ഞെടുപ്പ് കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ജയമുണ്ടായത് TA രാമചന്ദ്ര അയ്യർ 1945. ഏതു മതത്തിൻ്റെ വിഭാഗങ്ങളാണ് ശ്വേതംബരന്മാരും ദിഗംബരന്മാരും? ജൈന മതത്തിലെ വിഭാഗക്കാരാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക
ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. കൊക്കോ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ലോകത്ത് ഒന്നാം സ്ഥാനത്ത് ഏതു രാജ്യമാണ്? കോട്ട് ഡി ഐവോറി. ദെൻ കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹദേവനാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. കൊച്ചിയെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക മലയാളി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക മലയാളി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാൻ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ സ്മാരകം ഇന്ത്യ ഗേറ്റ്. ലാഹോർ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി ഭഗത് സിംഗ്. ലാഹോർ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി ഭഗത് സിംഗ്. ദെൻ ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ദ്വീപ് ആന്ത്രോത്ത് ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ദ്വീപ്. ഒന്നാം ലോകസഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകൾ 364. ഒന്നാം ലോകസഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകൾ 364. ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങൾ? ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. 117 ദ്വീപുകൾ ചേർന്ന് രൂപം കൊണ്ട യൂറോപ്യൻ നഗരം വെനീസ്. ബെൻഹർ എന്ന പുസ്തകം രചിച്ചത് ലൂയിസ് വാലസ്. കൊടുങ്കാറ്റുകളുടെ സമുദ്രം എവിടെയാണ്? ചന്ദ്രനിൽ. കൊടുങ്കാറ്റുകളുടെ സമുദ്രം ചന്ദ്രനിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമയത്ത് വൈസ്രോയി ആയിരുന്നത് ഡഫറിൻ പ്രഭു. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയത് ചാൾസ് ബെന്നർമാൻ. ഓസ്ട്രേലിയൻ താരമായിരുന്നു ചാൾസ് ബെന്നർമാൻ. സൈന്യത്തിലെ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. സൈന്യത്തിലെ കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് സർ ആൽബർട്ട് ഹൊവാർഡ്. ദെൻ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. അടുത്ത ചോദ്യം, പോസ്റ്റൽ കോഡ് സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ജർമ്മനി. ഇന്ത്യ ഗവൺമെൻറ് ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം 1976. ഇന്ത്യ ഗവൺമെൻറ് ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷമാണ് 1976. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിത ജാനകി രാമചന്ദ്രൻ. ഏത് സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്കാണ്. ഏതു സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തടാകം കൊല്ലേരു തടാകമാണ്. ചന്ദ്രഗുപ്ത മൗര്യന് രാജ്യതന്ത്രത്തിന് ഉപദേശം നൽകിയിരുന്നത് ആരാണ്? ചാണക്യൻ. ചന്ദ്രഗുപ്ത മൗര്യന് രാജ്യതന്ത്രത്തിൽ ഉപദേശം നൽകിയിരുന്നത് ചാണക്യനാണ്. ഇടതുപക്ഷം എന്ന പ്രയോഗം ആദ്യമായി നിലവിൽ വന്ന രാജ്യം ഫ്രാൻസ്. സംസ്ഥാന PSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ജോസ് ചാക്കോ പെരിയപുരം. നോബൽ സമ്മാനത്തിന് അർഹനായ ശേഷം ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി CV രാമൻ. CV രാമൻ. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? സേഠ് അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേര് നീലപുസ്തകം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം മഞ്ചേശ്വരം.
ദെൻ എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്? നാഗൂർ. രാജസ്ഥാനിലെ നാഗൂറിലാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഹൗറ പാലം. രവീന്ദ്ര സേതു അഥവാ ഹൗറ പാലമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം. ദെൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? കൊയിലാണ്ടി. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? കൊയിലാണ്ടി. ഉപ്പുരസം ഏറ്റവും കൂടുതലുള്ള സമുദ്രം? ചാവുകടൽ. ഉപ്പുരസം ഏറ്റവും കൂടുതലുള്ള സമുദ്രം ചാവുകടൽ. രാജാജി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഉൾക്കടൽ ദ്വീപുകൾ എന്നുകൂടി പേരുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം? ആൻഡമാൻ നിക്കോബാർ. ഉൾക്കടൽ ദ്വീപുകൾ എന്നുകൂടി പേരുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ദെൻ ഉക്കായ് പദ്ധതി ഏതു നദിയിലാണ്? താപ്തി നദിയിൽ. ഉക്കായ് പദ്ധതി താപ്തി നദിയിൽ. വംശവിവേചനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി സുരേന്ദ്രനാഥ് ബാനർജി. വംശവിവേചനത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി സുരേന്ദ്രനാഥ് ബാനർജി. ഭൂഗോളത്തിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം? ഭൂഗോളത്തിൻ്റെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം റെയ്ക്ജാവിക്. ഭൂമധ്യരേഖയും 0 ഡിഗ്രിയും രേഖാംശവും അതായത് ഗ്രീനിച്ച് രേഖയും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം അക്രയാണ്. അക്ര. ഹൊയ്സാലന്മാരുടെ തലസ്ഥാനം? ദ്വാരസമുദ്രം. ഹൊയ്സാലന്മാരുടെ തലസ്ഥാനം ദ്വാരസമുദ്രം. റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആര്? സ്പീക്കർ. റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ സ്പീക്കർ. RDX എന്നതിൻ്റെ പൂർണ്ണരൂപം? റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ്. റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലോസീവ് എന്നാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം? ജർമ്മനി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം? ജർമ്മനി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്? അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് അൽബുക്കർക്ക്. റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത്? സ്വിറ്റ്സർലാൻഡ്. റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത്? സ്വിറ്റ്സർലാൻഡ്. 1000 കുന്നുകളുടെ നാട്? റുവാണ്ട. 1000 കുന്നുകളുടെ നാട്? റുവാണ്ട. 7 മലകളുടെ നാട്? ജോർദാൻ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആണ്. ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം? ചാഡ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി, അതായത് മലയാളിയും ഇന്ത്യനും ആരാണ്? മലയാളിയായ വനിതയും ഇന്ത്യനായ വനിതയും ആരാണ്? ഷൈനി വിൽസൺ ആണ്. സ്വതന്ത്രമായ ഒരു രാജ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ദ്വീപ്? മഡഗാസ്കർ. സ്വതന്ത്രമായ ഒരു രാജ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. വളത്തിൻ്റെ ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള, അതായത് പ്രതിശീർഷ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിലുള്ള സംസ്ഥാനം? പഞ്ചാബ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അമേരിക്കൻ സ്റ്റേറ്റ്? കാലിഫോർണിയ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി? കർണം മല്ലേശ്വരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം? ടോക്കിയോ. 1964 ടോക്കിയോ ഒളിമ്പിക്സിന് വേദിയായത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകര? ഏഷ്യൻ വൻകര. ഏറ്റവും പഴക്കമുള്ള വിമാന സർവീസ്? KLM. നെതർലാൻഡിലെ KLM ആണ്. ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം? ബറുണ്ടി. രാജയോഗ രഹസ്യം രചിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. രാജയോഗ രഹസ്യം രചിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. രാജയോഗാനന്ദ കൗമുദി യോഗശാലയുടെ സ്ഥാപകൻ? വാഗ്ഭടാനന്ദൻ. രാജയോഗാനന്ദ കൗമുദി യോഗശാലയുടെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. രാജ്യസഭയുടെ ക്വാറം എത്രയാണ്? 25 അംഗങ്ങളാണ്. രാജ്യസഭയുടെ ക്വാറം എത്രയാണ്? 25 അംഗങ്ങൾ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത? AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത? AV കുട്ടിമാളു അമ്മ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം? 1615. ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം? 1615. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത്? മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത്? മഞ്ചേശ്വരം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത്? രാമേശ്വരം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത്? രാമേശ്വരം. ഏറ്റവും പഴക്കം ചെന്ന ഫെഡറൽ സംവിധാനമുള്ളത്? USA-ക്കാണ്. ഫെഡറൽ സംവിധാനം, ഏറ്റവും പഴക്കം ചെന്ന ഫെഡറൽ സംവിധാനമുള്ളത്? USA. തുർക്കിയുടെ ഏഷ്യൻ ഭാഗം? ഏഷ്യ മൈനർ ആണ്. തുർക്കിയുടെ ഏഷ്യൻ ഭാഗം ഏഷ്യ മൈനർ. ഈജിപ്തിൻ്റെ ഏഷ്യൻ ഭാഗം? സിനായ് ഉപദ്വീപ്. ഇമയവരമ്പൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന ചേര രാജാവ്? നെടും ചേരലാതനാണ്. ഇമയവരമ്പൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന ചേര രാജാവ്? നെടും ചേരലാതൻ. ഇന്ത്യയിലെ ആദ്യത്തെ വധിക്കപ്പെട്ട മുഖ്യമന്ത്രി? ബിയാൻ സിംഗ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വധിക്കപ്പെട്ട മുഖ്യമന്ത്രി? ബിയാൻ സിംഗ്. ഏറ്റവും പഴക്കമുള്ള തലസ്ഥാനം?
ഡമാസ്കസ്. ഏറ്റവും പഴക്കമുള്ള തലസ്ഥാനം ഡമാസ്കസ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട പുഴ ഷിയോനാഥ് പുഴയാണ്. ഏത് സംസ്ഥാനത്താണ് ഷിയോനാഥ് പുഴ? ഛത്തീസ്ഗഡിലാണ്. ജൈന പണ്ഡിതനായ ഹേമചന്ദ്രൻ ആരുടെ സദസ്യനായിരുന്നു? ജയസിംഹസിദ്ധരാജയായിരുന്നു. ജയസിംഹസിദ്ധരാജയുടെ സദസ്സിലെ പണ്ഡിതനായിരുന്നു ഹേമചന്ദ്രൻ. ദെൻ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ? ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. UPSC സ്ഥാപിതമായ വർഷം 1950. ഇന്ത്യയിൽ രൂപയുടെ മുൻഗാമിക്ക് തുടക്കമിട്ടത് ആരുടെ ഭരണകാലത്താണ്? ഷേർഷാ സൂരിയുടെ ഭരണകാലത്താണ് രൂപയുടെ മുൻഗാമിക്ക് തുടക്കമിട്ടത്. ഏറ്റവും പഴക്കമുള്ള പട്ടണം ജെറീക്കോ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. 500ാമത്തെ ചോദ്യം. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. അപ്പോൾ 500 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. LGS പരീക്ഷകൾക്കും LDC പരീക്ഷകൾക്കും കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ പരീക്ഷകൾക്കും ഈ ജനറൽ ആയിട്ടുള്ള ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.